ഹലോ ഗായ്സ്, എല്ലാവർക്കും ലെസ് പ്ലസ് സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം 4 എപ്പിസോഡായി. അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഫുൾ അയൺ ടൂൾസ് ആൻഡ് ആർമറിലേക്ക് മാറണം. പിന്നെ ഒരു ഡയമണ്ടെങ്കിലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിരിക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഗോള്. അപ്പം ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയുള്ള സകല സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ പിക്കാക്സ് ടോർച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൈനിങ് ഏരിയ സെറ്റ് ചെയ്യണം. ഞാൻ ഏത് ഭാഗത്ത് സെറ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. നമ്മളിപ്പോൾ നെതർ പോർട്ടൽ ഉണ്ടാക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് വെക്കാം. തൽക്കാലം ഇപ്പോൾ മൈനിങ് ഏരിയ ഓക്കെ. നമുക്ക് മൈനിങ് ഏരിയ ഈ ഭാഗത്തേക്കായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബെഡ്റോക്ക് വരെ എത്തിക്കണം. പക്ഷേ സ്റ്റോണിൻ്റെ പിക്കാക്സ് നമ്മളെ കയ്യിലുള്ളത് കൊണ്ട് നല്ല സ്ലോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വൈ ലെവൽ 16 അയണ് കൂടുതൽ കിട്ടുക. അപ്പോൾ വൈ ലെവൽ 16 വരെ നമ്മൾ സ്റ്റോൺ പിക്കാക്സ് വെച്ച് പിന്നെ നമുക്ക് അയണ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ബാക്കി നമ്മൾ കൊയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മൈനിങ് ഏരിയ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മുകളിലത്തെ ഒരു ബ്ലോക്ക് എടുത്ത് വേണം കൊയ്ച്ച് പോകാൻ. കാരണം നമ്മളിവിടെ സ്റ്റെയർ കേസ് വെക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ നമ്മളെ അയണൊക്കെ കിട്ടാൻ വേണ്ടി ഒറ്റ വരിയായിട്ടാണ് വയ്ക്കുന്നത്. അതൊക്കെ സെറ്റായിട്ട് നമുക്ക് ഈ 3 വരിയായിട്ട് താഴോട്ട് പോകണം. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിൻ്റെ മേത്തൊരു ബിൽഡുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്ന ഗെയിം കളിച്ചിട്ടുണ്ടോ? അതിലുള്ള മൈനിങ് ഏരിയ ഉണ്ടെങ്കിൽ അതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത്. ഒരു മൈൻ കാർട്ട് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഒക്കെ പോയി കളിക്കിയ രീതിയിൽ. അതിനുള്ള റിസോഴ്സ് ഒന്നും ഇപ്പോൾ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒറ്റ ബ്ലോക്കായിട്ട് കുഴിച്ച് പോണത്. പിന്നെ ഞാൻ വൈ ലെവൽ 16 എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ വൈ ലെവൽ 16 എത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് കുഴിച്ച് വരുന്ന വഴിക്ക് തന്നെ എനിക്ക് 14 അയൺ കിട്ടി. സംഭവം താഴോട്ട് വയ്ക്കാൻ പിക്കാക്സിൻ്റെ ഒക്കെ അത്ര തന്നെ മതി. പക്ഷേ ഞാൻ അയൺ ആർമർ കൂടി സെറ്റ് ചെയ്തതായിട്ട് വയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ സ്ട്രിപ്പ് മൈനിങ് ചെയ്യാം. വെച്ചിട്ട് വൈ ലെവൽ 16 കൂടുതലായിട്ടാണ് കിട്ടുന്നത്. അപ്പം ഞാൻ അതിന് കിട്ടുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ പിക്കാക്സ് പൊട്ടുന്ന വരെ മൈൻ ചെയ്ത് വൈ ലെവൽ 16 അതിൻ്റെ ചാകരയാണ്. ഇവിടെ കുറച്ച് ദൂരം മൈൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് 51 അയണ് കിട്ടി. ഏതാണ്ട് ഒരു സ്റ്റാക്കിനടുത്ത്. പിന്നെ 29 ലാപ്പീസ് കിട്ടി. പിന്നെ അവിടെ ഗോൾഡ് ഉണ്ട്, പക്ഷേ അയൺ പിക്കാക്സ് ഇല്ലാത്തത് കൊണ്ട് മൈൻ ചെയ്യാൻ പറ്റില്ല. ഇനി ഇതുകൊണ്ട് സ്മെൽറ്റ് ചെയ്ത് നമുക്ക് ഫുൾ അയണ് ആർമറും ടൂൾസൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബെഡ്റൂം കയറി മൈൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഡയമണ്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നെതർ പോർട്ട് സെറ്റ് ചെയ്ത് നെതറിൽ പോയി നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് സെറ്റായിട്ട് നമുക്ക് കിട്ടുന്ന അതിന് നമ്മൾ ആർമർ ടോസ് സെറ്റ് ചെയ്യണം. നമുക്ക് ആദ്യം ആർമർ സെറ്റ് ചെയ്യാം. അയൺ ഹെൽമെറ്റ്, അയൺ ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, സാധനമായിട്ട് അയൺ ബൂട്ട്. അപ്പം നമ്മളെ ലെറ്റ്സ് പ്ലേ സീരീസ് നമുക്ക് അയൺ ആയിരിക്കും. നമ്മൾ കുറച്ചുകൂടി OP ആയി. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള അയണ് വെച്ചിട്ട് നമുക്ക് ടൂൾസ് കൂടി സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഫുൾ OP ആയിട്ടുണ്ട്.
ബാക്കി കുറച്ച് എന്നോട് 2 പിക്കാക്സ് കൂടി ഉണ്ടായി കൈ പിടിച്ചിട്ടുണ്ട്. ഇൻവെൻറ്ററിയൊക്കെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് നമുക്ക് താഴോട്ട് ബെഡ്റോക്ക് വരെ നമുക്ക് കുഴിക്കാം. ഒരു സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ കഴിഞ്ഞോട്ട് കേവ് കണ്ടതിൽ കണ്ട വാല്യുബിള് ഒക്കെ നമുക്ക് പുറത്ത് ബാരൽ വെക്കാം. ഒക്കെ ഇനി നമുക്ക് കുടിക്കാൻ പോകാം. നമ്മൾ ചിലപ്പോൾ ടോർച്ച് ഇനിയും വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് കോളർ അത് നമുക്ക് ടോർച്ച് കൈ പിടിക്കാം. 18 ഉണ്ട് എന്നാലും. ഓക്കെ, ഇപ്പോൾ 42 ടോർച്ച് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് താഴോട്ട് മൈൻ ചെയ്യാം. അതിൻ്റെ 16 ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് മൈൻ ചെയ്യാം. അയൺ പിക്കാക്സ് ആയതുകൊണ്ട് നല്ല സ്പീഡ് ഉണ്ടാവും സ്റ്റോൺ പിക്കാക്സിനെയും കാട്ടിലും. പിന്നെ ഞാൻ ബെഡ്റോക്ക് വരെ മൈൻ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എന്തോ നീ ഇരിക്കണത് നോക്ക്, ഡയമണ്ട്. അപ്പം നമ്മളെ ലെറ്റ്സ് പ്ലേ സീരീസിലെ ആദ്യത്തെ ഡയമണ്ട് ഞാൻ മൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ഉണ്ട്. 2 11 ഡയമണ്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഒരൊറ്റ രീതിയിൽ നമുക്ക് 11 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഗൈസ്, ഇവിടെ വെള്ളം കാണുന്നത് താഴോട്ട് ഇറങ്ങി ചിലപ്പോൾ കയറാൻ പറ്റും. അപ്പോൾ മൊത്തം വെള്ളമാണ്. നമുക്ക് ഇവിടെ നേരെ താഴോട്ടേക്ക് കുഴിച്ച് പോകുന്നതായിരിക്കും നല്ലത്. താഴോട്ടേക്ക് നേരെ ട്യൂബ് പോലെ ഉണ്ടാക്കിയിട്ട് -59 വരെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് 2 ബ്ലോക്ക് വീതിട്ട് താഴോട്ടേക്ക് കുഴിക്കാം. നമുക്ക് ട്യൂബ് പോലെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമുക്ക് കയ്യിലിപ്പോൾ വുഡൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു സേഫ്റ്റിക്ക് നമ്മളെ ഡയമണ്ട് നമുക്ക് ബേസിൽ വെച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ 11 ഡയമണ്ട് നമുക്ക് വാല്യുബിൾ ചെസ്റ്റിലൊക്കെ ടൈം ഡ്രോ ചെയ്യണം. ലാപ്പിസ് കിട്ടിയിട്ടുണ്ട്. 11 ഡയമണ്ട് കിട്ടി. മൈൻക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ള ദിവസമാണ്. പിന്നെ രാവിലെ തന്നെ ഞാൻ കളിക്കുക ഫ്രണ്ട്സ് ലോലിപോപ്പ് കൊണ്ടു വന്നതാണ്. ഭയങ്കര ഫോമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെയർ കേസ് ഉണ്ടാക്കാം. അതിന് നമുക്ക് താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് സ്റ്റെയർ കേസ് വെച്ചങ്ങ് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എത്ര മൈൻ ചെയ്തോ അത്രയും നമ്മൾ സ്റ്റെയർ കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് മുകളിൽ കയറാൻ പറ്റും. അപ്പോൾ നമ്മളിനി ഇവിടെ നമ്മൾ നേരെ താഴോട്ട് കുഴിച്ചു പോകും. അതിന് മുന്നേ നമുക്ക് കുറച്ച് ലാഡർ ഉണ്ടായിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് കയറാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 1 സ്റ്റാക്കും 20 എണ്ണവും ലാഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് നേരെ താഴോട്ട് കുഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും വെള്ളം വറ്റിച്ചത് ഇനി നമുക്ക് നേരെ അടിയിലേക്ക് കുഴിക്കാം. അപ്പോൾ നമ്മൾ 2 ബ്ലോക്ക് നിന്നിട്ട് വേണം കുഴിക്കാൻ. അല്ലെങ്കിൽ ഏതോ കേവോ അല്ലെങ്കിൽ ലാവാപ്പൂളൊക്കെ വന്നാൽ അതിലേക്ക് വീയും എല്ലാമേ പോകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് 2 ബ്ലോക്ക് വെച്ചിട്ട് വേണം താഴോട്ട് കുഴിക്കാൻ. അപ്പോൾ ഞാൻ ബെഡ്റോക്കിൻ്റെ ലെവലെത്തിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ബെഡ്റോക്കിൻ്റെ ലെവലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ലെവൽ -60 ബെഡ്റോക്കിൻ്റെ ലെവലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് മാത്തിൽ ഇനി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ചെറിയൊരു റൂം പോലെ ഇവിടെ സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ടോർച്ച് വെച്ചുള്ള ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് നിന്ന് സ്റ്റെയർ കേസ് വരുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് വേഗം താഴോട്ടെത്താൻ ഒരു ബക്കറ്റ് വെള്ളം നമുക്ക് ഇവിടെ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഇവിടേക്ക്
ലാഡർ വെച്ച് നമ്മൾ മുകളിലേക്ക് പോവാം. അപ്പം ലാഡറൊക്കെ വെച്ച് നമ്മളിപ്പോൾ ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ലാഡറൊക്കെ വെച്ചിട്ട് ഇനി നമുക്ക് എപ്പോഴെങ്കിലും ഡയമണ്ട് മൈനിങ്ങിനൊക്കെ പോകണമെങ്കിൽ നേരെ വരിക, താഴോട്ട് ചാടുക, ഇപ്പോൾ വെള്ളത്തിൽ വെക്കും, പിന്നെ ഇവിടെ എണീക്കുക, നേരെ സ്ട്രീറ്റ് മൈനിങ് ചെയ്യുക. പിന്നെ നമുക്ക് ഡയമണ്ട് മൈൻ ചെയ്യാനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട്. ഡയമണ്ട് മൈൻ ചെയ്താൽ നമുക്ക് നേരെ വരിക, ലാഡറിൽ കയറുക, പോവുക. അത്രയുള്ളൂ. അപ്പോൾ നമ്മളെ മൈനിങ്ങിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ വെറുതെ കുഴിച്ചിട്ടിട്ടേ ഉള്ളൂ. ഇനി നമുക്കിത് ഡെക്കറേഷനൊക്കെ ചെയ്യണം. അത് നമുക്ക് പിന്നൊരു എപ്പിസോഡിൽ ചെയ്യാം. ഇത് ചെറിയ എപ്പിസോഡായിരിക്കും, കാരണം എനിക്ക് പനിയാണ്. ഞാൻ എന്താ ഇപ്പോൾ ഇന്ന് രാത്രി ആശുപത്രിയിൽ വന്നിട്ടേ ഉള്ളൂ. ഡോക്ടർ 2 ലിറ്റർ ഒരു കുപ്പി നിറയെ ഗ്ലൂക്കോസൊക്കെ കയറ്റി കൊണ്ടുവന്നതാണ്. അത് കൊണ്ട് വീഡിയോ ചെയ്തതാണ്. അപ്പം കുറച്ച് പ്രോഗ്രസ് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പം ഈ വീഡിയോ എന്തെങ്കിലും പേടിപ്പിച്ച് കളഞ്ഞിട്ട് പേടിച്ചു പോയി. സ്പൈഡർ ക്രീപ്പറൊന്നുമില്ല, ഈ ക്രീപ്പർ കാണുകയാണെങ്കിൽ ഇപ്പോൾ തീർന്നു. പിന്നെ നമുക്ക് ഇന്ന് കിട്ടിയ ഡയമണ്ട് കൊണ്ട് നമുക്ക് ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ 3 ഡയമണ്ട് കൊണ്ട് എടുക്കാം, ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡയമണ്ട് പിക്കാക്സും പിന്നെ നമുക്ക് ഒരു മൈനിങ് ഏരിയ ഉണ്ടാക്കി, പിന്നെ ഫുൾ സെറ്റ് ഡയമണ്ട് ആർമറും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ നെതറിൽ പോകണം. ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഇത് ചെറിയൊരു എപ്പിസോഡാക്കിയത്. അല്ല, ഇന്ന് തന്നെ നമ്മൾ നെതറിൽ പോകുമായിരുന്നു. പിന്നെ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.